മക്കളെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ മാത്രം ഞാൻ ഇവിടെ ചെയ്യും, വേറെ എക്സ്ട്രാ ഒന്നും ചെയ്യില്ല. ഗ്യാരണ്ടി. ഓക്കെ, ഗ്യാരണ്ടി. അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് 6,90,000 കിട്ടിയിട്ടുണ്ട്. അത് കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അസറ്റ് അക്കൗണ്ടും ഹയർ വെണ്ടർ അക്കൗണ്ടും. ഓക്കെ, എന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക എല്ലാവരും. ഫസ്റ്റ് അസറ്റ് വാങ്ങിക്കുമ്പോൾ ജേർണൽ എൻട്രി, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാനു 1/4/2015 ആണ് ആ ജേർണൽ എൻട്രി 6,90,000. നിങ്ങൾ അതെന്ത് ചെയ്യുക, ബാനുവിന്റെ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം. അത് ബൈ സ്കൂട്ടർ എന്ന് പറഞ്ഞ സെയിം ഡേറ്റിന് 6,90,000. ഓക്കെ, പിന്നെ നമ്മൾ ഡൗൺ പേയ്മെന്റ് നടത്താം. ഡൗൺ പേയ്മെന്റ് നടത്തുമ്പോൾ ജേർണൽ എൻട്രി ബാനു അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഓക്കെ, എത്ര എമൗണ്ട്? 3 lakh rupees. ഓക്കെ, 3 lakh rupees. ഇനി നമ്മൾ അടുത്ത ജേർണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഡ്യൂ ആണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാനു 31/3/2016 ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യാം. ബൈ ഇൻട്രസ്റ്റ് 39,000. എങ്ങനെയാ? 6,90,000 ആണ് അയാൾക്ക് ടോട്ടൽ കൊടുക്കാനുള്ളത്. ഞാൻ ഓൾറെഡി 3 lakh കൊടുത്തു. അയാൾക്ക് കൊടുക്കാനുള്ള ബാക്കി 3,90,000. 3,90,000 മേലെ 10% 39,000. എന്നിട്ട് 31/3/2016 ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാം. ഓക്കെ, ഇൻട്രസ്റ്റ് പേ ചെയ്ത് ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യണം. ടു ബാങ്ക് 1,59,000. ഓക്കെ, 1,59,000. അതായത് എന്നിട്ട് അതിനുശേഷം ശ്രദ്ധിക്കുക, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ബാലൻസ് ക്യാരി ഓൺ ചെയ്യാം. ഓക്കെ, ബാലൻസ് ക്യാരി ഓൺ ചെയ്യാം. ഓക്കെ, ബാലൻസ് ക്യാരി ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അസറ്റിന് എന്ത് ചെയ്യണം, ഇയർലി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. 31/3/2016 ബൈ ഡിപ്രീസിയേഷൻ 1,38,000. എങ്ങനെ കിട്ടിയത്? 6,90,000 മേലെ 20%. നിങ്ങൾക്ക് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് കിട്ടും 5,52,000. To balance brought down 1/4/2016 5,52,000. ഓക്കെ, അതുപോലെ ആദ്യം പർച്ചേസ് ഒന്നുമില്ല. ഫസ്റ്റ് എന്ത് ചെയ്യുക, ബ്രോട്ട് ഡൗൺ ചെയ്യുക. 1/4/2016 2,70,000. ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യുക 31/3/2017 ബൈ ഇൻട്രസ്റ്റ് 27,000. 2,70,000 മേലെ 10% 27,000. എന്നിട്ട് അതിനുശേഷം ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യുക. ടു ബാങ്ക് 1,47,000. നിങ്ങൾക്ക് ബാലൻസ് ക്യാരി വന്നിട്ട് 1,50,000 കിട്ടും. അതന്നെ എന്ത് ചെയ്യുക, ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക 1,50,000. ഓക്കെ, നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യുക, അസറ്റിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക 1,10,400. ഇറ്റ് ഈസ് ഓൺ ബുക്ക് വാല്യൂ 5,52,000 മേലെയാണ് എടുക്കേണ്ടത് 20%. നിങ്ങൾക്ക് ബാലൻസ് ക്യാരി എന്ന് പറഞ്ഞാൽ 4,41,600 കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, 1/4/2017 ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക 4,41,600. ഓക്കെ, അതായത് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തു. എന്ത് ചെയ്യാന്ന് വെച്ചാല് മൂന്നാമത്തെ കൊല്ലം നമ്മൾ ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യാം. അതായത് അയാൾ നമ്മൾ വിളിച്ചിട്ട് പറയുന്നത് ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട്, നമ്മളടുത്ത് പൈസ ഇല്ല, നമ്മൾ ആ ടൈമാണ് പൈസ ഇല്ലാത്തത്. 31/3/2018 ഇൻസ്റ്റാൾമെന്റ് ആണ് പേ ചെയ്യുക. ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്തിട്ട് നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്താൽ മതി, ബാലൻസ് ചെയ്താൽ മതി. സർ ബാലൻസ് ചെയ്യണോ? ആ ബാലൻസ് ചെയ്തിട്ട് ചെയ്യണമെന്ന് കംഫർട്ടബിൾ. ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് ചെയ്തിട്ട് ചെയ്തോ. 1,65,000 ബാലൻസ് ചെയ്തു. അതായത് 1,50,000 പ്രിൻസിപ്പൽ കൊടുക്കാണ്ട് 50,000 ഇൻട്രസ്റ്റ് കൊടുക്കാണ്ട് ടോട്ടൽ എത്ര കൊടുക്കാണ്ട് 1,65,000. അസറ്റ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ നിൽക്കാൻ പറ്റൂല. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. മൂന്നാമത്തെ കൊല്ലം 88,320. നിങ്ങൾക്ക് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത് 3,53,280 കിട്ടും. 3,53,280 കിട്ടും. അതന്നെ എന്ത് ചെയ്യുക, ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യുക 3,53,280. അതേപോലെ ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 1,65,000. മക്കളെ എന്നാണ് റീപ്രൊസഷൻ? എന്റെ അസറ്റിന്റെ വാല്യൂ 3,53,280. ആ അസറ്റിന്റെ വാല്യൂ അതിന് 2 അസറ്റാണ് എടുത്തിട്ട് പോകുന്നത്. അത് എത്ര പൈസക്ക് എടുത്തിട്ട് പോകുന്നത് അത് നമുക്കറിയില്ല, നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അഗ്രീഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ അഗ്രീഡ് വാല്യൂ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക എല്ലാവരും.
രണ്ട് അസറ്റ് ആണ് അവർ ടേക്ക് ഓവർ ചെയ്യുന്നത്. രണ്ട് അസറ്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. കോസ്റ്റ് ഓഫ് ടു സ്കൂട്ടേഴ്സ് എത്രയാണ്? 1,15,000. എങ്ങനെ കിട്ടിയത്? അതായത് 6,90,000 എന്ന് പറയുന്നത് ആർ അസറ്റിന്റെ വാല്യൂ ആണെങ്കിൽ, ഓക്കെ, ആർ അസറ്റിന്റെ വാല്യൂ ആണെങ്കിൽ രണ്ട് അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് രണ്ട് അസറ്റിന്റെ വാല്യൂ 2,30,000 ആണ്. നമുക്ക് ചെറിയ തെറ്റ് പറ്റിപ്പോയി കേട്ടോ. 2,30,000 ആണ്. കാരണം 6,90,000 എന്ന് പറയുന്നത് 6 അസറ്റിന്റെ വാല്യൂ ആണെങ്കിൽ 6,90,000 ഡിവൈഡഡ് ബൈ 6 into 2. അത്ര 2 അസറ്റിന്റെ വാല്യൂ 2,30,000. 6,90,000 into 2 by 6. ഓക്കെ, 2,30,000. ഈ 2,30,000 മേലെ ഫസ്റ്റ് ഡിപ്രീസിയേഷൻ എത്രയാണ്? 69,000. മക്കളെ ഞാൻ സ്പെസിഫിക് ആയിട്ട് എല്ലാം എഴുതുന്നുണ്ട്. ഡിപ്രീസിയേഷൻ 31/3/2016 69,000. ഓക്കെ, അതായത് 2,30,000 69,000 മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 1,61,000. ഇനി ഡിപ്രീസിയേഷൻ ഫോർ 31/3/2017 കണ്ടുപിടിക്കുക. അതായത് അതും 30% മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 48,300 കിട്ടും. ഓക്കെ, 48,300 കിട്ടും. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 1,12,700 കിട്ടും. ഓക്കെ, 1,12,700 മേലെ 30%. 33,810. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 78,890. 78,890. മക്കളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് എല്ലാ കൊല്ലം ഡിപ്രീസിയേഷൻ കുറച്ചെന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് ബുക്ക് വാല്യൂ ആസ് ഓൺ 31/3/2018. അതന്നെയാണ് മക്കളെ എഗ്രീഡ് വാല്യൂ. സോറി, ഇത് ഇവിടെ ബുക്ക് വാല്യൂ എന്നല്ല എഴുതേണ്ടത്. എഗ്രീഡ് വാല്യൂ ആസ് ഓൺ 31/3/2018 തന്നെ നമുക്ക് പറയാം, കാരണം ഇത് രണ്ട് അസറ്റിന്റെ വാല്യൂ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. എത്ര ബുക്ക് വാല്യൂ തന്നത്? ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 3,53,280 രൂപയാണ്. എത്ര? 3,53,280 രൂപ. അത് ആറ് അസറ്റിന്റെ വാല്യൂ ആണ്. നമുക്ക് അറിയേണ്ടത് ബുക്ക് വാല്യൂ ഓഫ് ടു സ്കൂട്ടേഴ്സ് ആണ്. ടു സ്കൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ 3,53,280 divided by 6 into 2. Okay, that is equal to 3,53,280 divided by 6 into 2 എന്ന് പറയുന്നത് 1,17,760. 1,17,760. അതായത് ബുക്ക് വാല്യൂ ഓഫ് ടു സ്കൂട്ടേഴ്സ് എത്രയാണ്? 1,17,760. അവർ എത്ര പൈസ എടുത്തത്? 78,890. ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഹയർ വെണ്ടർ അക്കൗണ്ട് ഡെപ്റ്റർ. ഹയർ വെണ്ടർ കുറയണം. എത്ര കുറയാം? എഗ്രീഡ് വാല്യൂ എത്രയാ? 78,890. ടു സ്കൂട്ടേഴ്സിന്റെ അക്കൗണ്ട് എത്ര വരാം? അതായത് 1,17,760. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, കാരണം ലോസ് ആണ്. എന്റെ 1,17,760 രൂപന്റെ അസറ്റ് അവരെത്ര 78,890 രൂപക്ക് എടുത്തു. എനിക്ക് നഷ്ടം 38,870. ഓക്കെ, എന്നാൽ ആ ജേർണലിൽ ഞാൻ എന്ത് ചെയ്യും? പോസ്റ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ചെയ്യാം, ശ്രദ്ധിക്കും. 1/4/2018 ബൈ ബാനു 78,890. 78,890. പിന്നെ സെയിം ഡേറ്റ് തന്നെ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എത്രയാണ്? 38,870.
ഓക്കെ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം തന്നെ ബാലൻസും കണ്ടുപിടിച്ചോ. അതായത് റീപൊസഷന് ശേഷം ബാലൻസ് ഉള്ള അസറ്റ്. ഓക്കെ, ബാലൻസ് ഉള്ള അസറ്റ് എന്ന് പറയുന്നത് 3,53,280 മൈനസ് 78,890 minus 38,870, that is equal to 2,35,520. എത്ര വാല്യൂ? 2,35,520. ഓക്കെ. നിങ്ങൾ ഇതിന്റെ ആ ജേർണൽ എവിടെ പോസ്റ്റ് ചെയ്യണം? ബാനുവിന്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. ഏത് ഡേറ്റിന്? സെയിം ഡേറ്റ് 1/4/2018. ടു സ്കൂട്ടേഴ്സ് എത്രക്കാണ് എടുത്തത്? ടേക്കൺ ഓവർ ചെയ്തത്? അതായത് 78,890ക്കാണ് ടേക്കൺ ഓവർ ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യാം? 78,890 പോസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്നാലോ എത്ര ബാലൻസ് വരുന്നത്? ഒരു എമൗണ്ട് ബാലൻസ് വരും മക്കൾ. 1,65,000 ഓൾറെഡി കൊടുക്കാനുണ്ട്. അതിൽ 78,890 നമ്മൾ സെറ്റിൽ ചെയ്തു. അങ്ങനെ അസറ്റ് കൊടുത്തിട്ട് ബാക്കി 86,110 രൂപ ഉണ്ട്. ഓക്കെ, ബാക്കി എത്ര ഉണ്ട്? 86,110. മക്കളെ ഇതൊന്നല്ല, ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മളോട് പറയുന്നുണ്ട് the balance amount remaining in the vendor's account after the above adjustment was paid by Mr. Amar after 5 months with interest at 15% per annum. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 മാസം കഴിഞ്ഞാൽ ആദ്യം ജേർണൽ എൻട്രി പാസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഡ്യൂ ചെയ്യുന്നതിന്റെ ജേർണൽ എൻട്രി 5 മാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അതായത് 31st ഓഗസ്റ്റിന് ജേർണൽ എൻട്രി പാസ് ചെയ്യണം ബൈ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം ശ്രദ്ധിക്കണം, 1,65,000 മേലെയൊന്നും എടുത്തേക്കല്ല. 1,65,000 കൊടുക്കാനുണ്ട്. 78,890 അസറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. 78,890 മൈനസ് ചെയ്യുക, അതിന്റെ മേലെ 15%. ഓക്കെ, അതും 5 മാസത്തേക്ക് മാത്രം. 1,65,000 minus 78,890 into 15% into 5 divided by 12. That is equal to 5,382. റൗണ്ട് ഓഫ് ചെയ്യാൻ മക്കളെ, അതാണ് നല്ലത്. ഇനി എന്താ പറയുന്നത് വെച്ചാൽ 31/8/2018 പേയ്മെന്റ് നടത്തും ടു ബാങ്ക്. ഓക്കെ, ബാങ്ക് എത്ര എമൗണ്ട് പേ ചെയ്യാം? 1,65,000 പ്ലസ് 5,382 മൈനസ് 78,890. That is equal to 91,492. ഇതാണ് മക്കളെ ആൻസർ. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറയും പോയിട്ട് ഇപ്പുറയും പോയില്ല. ഇനി വേണമെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാവരും, ഇവിടെ ഞാൻ 2 സ്കൂട്ടേഴ്സിന്റെ ബേസ് ചെയ്തിട്ടാണ് പ്രോബ്ലം ചെയ്തത്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 6 സ്കൂട്ടറിന്റെ വെച്ചിട്ട് ചെയ്യാം. 6 സ്കൂട്ടറിന്റെ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും. അതായത് 6,90,000 into 30% മൈനസ് 1 മിനിറ്റ് 30% into 30% നിങ്ങൾക്ക് 2,36,670 കിട്ടും. into 2 divided by 6 ചെയ്ത് കഴിഞ്ഞാൽ 78,890 തന്നെ കിട്ടും. ഒരു മാറ്റവും ഇല്ല. എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ മക്കളെ, നമ്മുടെ കയ്യിലാണ് ഇപ്പൊ സബ്ജക്റ്റ് ഉള്ളത്. നമ്മുടെ കയ്യിൽ. ഓക്കെ, നമ്മുടെ കയ്യിൽ. ഇനിയിപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഞാൻ സ്പേസ് മിസ്സിംഗ് ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോ. ഓക്കെ, അതായത് അസറ്റ് 3,53,280 രൂപയുടെ അസറ്റ് 1,00,000 സംതിങ് അതിന്റെ അസറ്റ് എടുത്തു പോയി അവര്. ബാക്കി എത്ര അസറ്റ് ഉള്ളത്? 2,35,520. ഇനി ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 2,35,520 മേലെ ഡിപ്രീസിയേഷനും ചാർജ് ചെയ്യണ്ട. അതൊക്കെ ശ്രദ്ധിക്കണം മക്കളെ. ഓക്കെ ആണോ മക്കളെ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മൾ 31/3/2018 നമ്മൾ ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനി പോയിട്ട് അന്ന് തന്നെ പോയിട്ട് റീപ്രോസസ് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലി പറ്റില്ല. പ്രാക്ടിക്കലി അതിന് ഒരു 10 മാസം ചിലപ്പോൾ എടുക്കും. ബട്ട് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കും. ഇപ്പൊ തിയറി അല്ല നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അന്ന് തന്നെ ചെയ്യേണ്ട, പിറ്റേ ദിവസം ചെയ്യുന്നത് നല്ലത്. ഇനി പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ മക്കളെ, അക്കൗണ്ടിങ്ങില് ഇന്നലെ രാത്രിയും ഇന്നലെ വൈകുന്നേരവും, അക്കൗണ്ടിങ്ങിന് ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെ സെയിമാ സാർ? എങ്ങനെ സെയിം? ഇന്നലെ വൈകുന്നേരത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇന്ന് രാവിലത്തെ ഓപ്പണിംഗ് ബാലൻസ്. ഇന്നലെ വൈകുന്നേരത്തെ ക്ലോസിംഗ് ബാലൻസ് ഇന്ന് രാവിലത്തെ ഓപ്പണിംഗ് ബാലൻസ്. അവിടെ അക്കൗണ്ടിങ്ങിന് ഇന്നലെ 31/3/2018 14/4/2018 ഒരേപോലെ ടു ലിമിറ്റഡ് എക്സ്റ്റെന്റ്. അങ്ങനെ തന്നെയാണ് പറയുന്നില്ലേ? ആ രാവിലെ 10 മണി എന്നുള്ള 11 മണിയോ ബാലൻസിന്റെ മാറും. കാരണം ക്യാഷ് വരും, ക്യാഷ് പോകും, പല കാര്യങ്ങളും സംഭവിക്കും, ട്രാൻസാക്ഷൻസ് നടക്കും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ?
അതായത് ഞാൻ പറയുന്ന വെച്ചാല് ഞാൻ എപ്പോഴും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് 1/4/2018 ആണ് എടുക്കുന്നത്. ബട്ട് ICAന്റെ ചില ക്വസ്റ്റ്യനിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് 31/3/2018 എടുത്തിട്ടുണ്ട്. 31/3/2018 വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ബാലൻസ് ചെയ്യാണ്ടുള്ള ആൻസർ ചെയ്യുമ്പോൾ അറിയാം നിങ്ങൾക്ക് കുറെ കോംപ്ലിക്കേഷൻസ് വരും. നിങ്ങൾ ഇപ്പൊ നോക്കിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം കോംപ്ലിക്കേഷൻസ് ഇല്ല. 1,65,000 അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഡയറക്റ്റ് എടുത്ത് ചെയ്യുന്നു. ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം കോംപ്ലിക്കേഷൻസ് കുറവാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോംപ്ലിക്കേഷൻസ് കൂട്ടി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് 2 ഓപ്ഷനാണ്. 31/3/2018 ചെയ്യാം, 1/4/2018 ചെയ്യാം. ഈ 2 ഡേറ്റിനും ചെയ്യുമ്പോൾ നമ്മളെ ജേണൽ എൻട്രിയോ അല്ലെങ്കിൽ നമ്മുടെ വേറെന്തെങ്കിലും ഇമ്പാക്റ്റോ മാറൊന്നും ചെയ്യില്ല. വേറൊന്നും മാറില്ല. പറയുന്ന മനസ്സിലാകണ്ട. ബട്ട് സെറ്റിൽമെന്റ് ഓക്കെ, നമ്മളിപ്പോ ഇവിടെ 31/8/2018 സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. സെറ്റിൽമെന്റ് നടത്തുമ്പോൾ അവർ തന്ന ക്വസ്റ്റ്യന്റെ തന്ന ഡേറ്റ് ആണ് എടുക്കേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡേറ്റിന് സെറ്റിൽ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ? കാരണം ഇൻട്രസ്റ്റ് എമൗണ്ട് ഇൻവോൾവ്ഡ് ആണ്. ബാലൻസ് എമൗണ്ട് തേർഡ് ഇയറിൽ പേ ചെയ്യും. തേർഡ് ഇയറിലല്ല പേ ചെയ്തത്. 31/8/2008 5 മാസം കഴിഞ്ഞിട്ട് പേ ചെയ്ത്. ഒരാൾക്ക് പൈസ ഉണ്ടെങ്കിൽ അയാൾക്ക് ശരിക്കും പറഞ്ഞാല് അന്ന് തന്നെ പേ ചെയ്താൽ മതിയില്ലേ? അന്ന് പേ ചെയ്യാത്തോണ്ട് ഡീഫോൾട്ട് വന്ന് റീപൊസഷൻ വന്നിട്ട് പിന്നെ ശരിക്കും പേ ചെയ്യേണ്ട 1,65,000 പകരം 91,492 പേ ചെയ്യാനല്ലേ പറയുന്നത്. 1,65,000 91,492 60,000 രൂപന്റെ ഡിഫറൻസ് ആവുള്ളൂ. 70,000 രൂപ മാക്സിമം പോയാൽ. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്നുണ്ട്. അന്നേരം അതൊന്നും വലിയ ഡീലല്ല. പേയ്മെന്റ് ഡേറ്റ് ബേസ് ആണ്. ഞാൻ പറഞ്ഞ റീപൊസഷൻ നിങ്ങൾ ജനറലി ചെയ്യേണ്ടത് ഏത് ഡേറ്റിനാണോ ഡീഫോൾട്ട് വരുന്നത് ഒന്നുകിൽ ആ ഡേറ്റിന് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ഡേറ്റ് നമുക്ക് കംഫർട്ടബിൾ ആയ രീതിയിൽ ചെയ്യണം. അതാണ് പ്രത്യേകം. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ വെൻഡർ. ഹയർ വെൻഡർ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗുഡ്സ് റീപ്രോസസ് ചെയ്യുമ്പോൾ ജേർണലി ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ. കാരണം എന്താണ്? അതായത് അയാൾക്ക് അത് കിട്ടുമ്പോൾ അത് ഗുഡ്സ് ആണ് മക്കളെ, സാധാ ഗുഡ്സ് അല്ല, റീപ്രോസസ്ഡ് ഗുഡ്സ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണ്. ഓക്കെ, ഗുഡ്സ് റീപ്രോസസ്ഡ് അക്കൗണ്ട് ടു ഹയർ പർച്ചേസർ, ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, കാരണം ഹയർ പർച്ചേസറിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഹയർ പർച്ചേസർ എന്ന് പറയുന്ന ഒരു ഡെപ്റ്റ് നമുക്ക് പൈസ തരാനുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അയാളെ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് ജേർണൽ എൻട്രി. വാല്യൂ എന്ന് പറയുന്നത് എഗ്രീഡ് വാല്യൂ. എന്താ വാല്യൂ? എഗ്രീഡ് വാല്യൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വാങ്ങിച്ചത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഗുഡ്സ് റീപ്രോസസ് ചെയ്ത ഐറ്റംസ് ഞാൻ എന്ത് ചെയ്യും? വിൽക്കും. പക്ഷെ വിൽക്കുന്നതിന് മുന്നേ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എക്സ്പെൻഡിച്ചേഴ്സ് ഇൻകർ ചെയ്യും. ഓക്കെ, അതായത് ഗുഡ്സ് റീപ്രോസസ് ചെയ്ത് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്നെല്ലാം പറയുമ്പോൾ ജനറലി അത് റണ്ണിങ് കണ്ടീഷൻ ആക്കാൻ അല്ലെങ്കിൽ സെയിലബിൾ കണ്ടീഷനിലാക്കാനുള്ള എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് മക്കളെ. എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പോൾ ജേർണൽ എക്സ്പെൻസ് അക്കൗണ്ട് ടു ക്യാഷ്. ബട്ട് ആ ഗുഡ്സിന്റെ പാർട്ടായിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഗുഡ്സ് സെയിലബിൾ കണ്ടീഷനിൽ എത്തുന്നവരെ നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ഗുഡ്സ് വിൽക്കാൻ പറ്റുന്ന രീതിയിൽ എത്തുന്ന സെയിലബിൾ കണ്ടീഷനിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും അതിന്റെ കോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഗുഡ്സ് റീപ്രോസസ് ചെയ്തതിന് ശേഷം എന്ത് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിലും മക്കളെ, റിപ്പയർസ് ആയിക്കോട്ടെ, മെയിൻ്റെനൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മേക്കിംഗ് ഇറ്റ് സെയിലബിൾ കണ്ടീഷൻ. ഇൻവെന്ററി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ CA ഫൗണ്ടേഷന് പഠിച്ചിട്ടുണ്ട്. ഗുഡ്സിന്റെ കേസിൽ ഗുഡ്സ് സെയിലബിൾ കണ്ടീഷനിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും എന്താണ്? കോസ്റ്റാണ്. അതേപോലെ തന്നെയാണ് അസറ്റ് സെയിലബിൾ കണ്ടീഷനിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും എന്താണ്? അസറ്റ് യൂസബിൾ കണ്ടീഷനിൽ എത്തുന്നവരുടെ എല്ലാ എക്സ്പെൻഡിച്ചറും എന്താണ്? കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. പറയുന്ന മനസ്സിലാകുന്ന മക്കളെ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ റീപ്രോസസ് ചെയ്തു. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു? എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു. സാധാ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്. മക്കളെ, നിങ്ങളൊരു ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചു. ഫിക്സഡ് അസറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ്. അതിന് ഇൻസ്റ്റാളേഷൻ ചാർജസ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജേർണൽ എൻട്രി എന്താ പാസ് ചെയ്യുക? ആദ്യം ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ് എന്നല്ലേ. അതേപോലെ തന്നെയാണ് എനി ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ,
any expenditure, direct expenditure, okay, whatever. Repossessed goods related ആയിട്ട് നമ്മൾ ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജേർണൽ എൻട്രി എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അല്ല, ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. എന്താ ജേർണൽ എൻട്രി? ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. മക്കൾ എന്തുകൊണ്ടാ ഇത് ഇൻകർ ചെയ്യാൻ നമുക്ക് ഈ ഗുഡ്സ് വിൽക്കാൻ പറ്റൂല? ഈ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്യാണ്ട് നമുക്ക് ഈ ഗുഡ്സ് വിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എക്സ്പെൻസ്, എന്ത് എക്സ്പെൻസ് ആയിക്കോട്ടെ, ഓക്കെ, എനി എക്സ്പെൻഡിച്ചർ, എന്താ ജേർണൽ എൻട്രി? ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. എന്ത് റിലേഷൻ സർ ഈ ജേർണൽ എൻട്രി എങ്ങനെ വരുന്നത്? ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറിയിൽ, ഇൻസ്റ്റലേഷൻ ഓഫ് മെഷീനറി എന്താ ജേർണൽ എൻട്രി? എന്താ? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. അതേപോലെയാണ് റിപ്പയർസ് ഓഫ് ഗുഡ്സ് റീപോസസ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ എനി എക്സ്പെൻസ് ഓഫ് ഗുഡ്സ് റീപോസസ്ഡ് ഗുഡ്സ്, എന്താ ജേർണൽ എൻട്രി? ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? മക്കളെ ഒരു ഗുഡ്സ് റീപോസസ് ചെയ്തു, ആ ഗുഡ്സ് റീപോസസ് ചെയ്തത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, അതായത് വിൽക്കണമെങ്കിൽ, വിൽക്കുന്ന സിറ്റുവേഷനിൽ എത്തണമെങ്കിൽ, സെയിലബിൾ കണ്ടീഷനിൽ എത്തണമെങ്കിൽ ഈ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തേ പറ്റും. അത് നമ്മൾ എന്താ ചെയ്യുക? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ജേർണൽ എൻട്രി ജനറലി എന്താണോ ആ റിലേറ്റഡ് അസറ്റ്, ആ അസറ്റ് അക്കൗണ്ട് ടു ക്യാഷ്. ഇവിടെ എന്താണ് അസറ്റിന്റെ പേര്? ഗുഡ്സ് റീപോസസ്ഡ്. അതുകൊണ്ട് തന്നെ ജേർണൽ എൻട്രി ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ടു ബാങ്ക്. മക്കളെ ഇത് ബൈ ഹാർട്ട് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിലേറ്റ് ചെയ്ത് പറയുന്നത്. എനിക്കിതൊന്നും റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ റിലേറ്റ് ചെയ്ത് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മൾ അത് അസറ്റ് വിൽക്കുമ്പോൾ, സാധാ അസറ്റ് വിൽക്കുമ്പോൾ ജേർണൽ എൻട്രി മക്കളെ ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ്. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ലോസ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. സാധാ അസറ്റ് വിൽക്കുന്ന ജേർണൽ എൻട്രി. സർ ഇത് നിങ്ങൾക്ക് അസറ്റ് അല്ല, അസറ്റ് അല്ല, ബട്ട് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് ആണ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്പെസിഫിക് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. നമുക്കറിയണം ഗുഡ്സ് റീപോസസ് ചെയ്തതിന്റെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എത്രയാണ് ലാഭം, എത്രയാണ് നഷ്ടം. ഓക്കെ ആണ് മക്കളെ? മക്കളെ ജേർണൽ എൻട്രിയിൽ മനസ്സിലാവുന്നുണ്ട്? എല്ലാം റിലേറ്റ് ചെയ്തിട്ടാ പറഞ്ഞു. ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യും. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സെന്റൻസ് ഒക്കെ നിങ്ങളോട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. അതെന്താന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക എല്ലാവരും. ലാസ്റ്റത്തെ സെന്റൻസ് നോക്കിയോ. Miss Banu incurred repairing expenses of 15,000 on repossessed scooters. Repossess ചെയ്ത ഗുഡ്സിന്റെ മേലെ റിപ്പയർ എക്സ്പെൻസ് മറ്റേ ഇൻകർ ചെയ്തു. റിപ്പയർ എക്സ്പെൻസ് ആണെങ്കിൽ എന്ത് എക്സ്പെൻസ് ആണെങ്കിൽ എന്താ ജേർണൽ എൻട്രി? ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. ആൻഡ് സോൾഡ് ദി സ്കൂട്ടേഴ്സ് ഫോർ 1,05,000. 1,05,000 രൂപയ്ക്ക് വിറ്റു. ജേർണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സ്കൂട്ടേഴ്സ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, പ്രിപ്പയർ goods repossessed account in the books of Banu. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റൂലേ മക്കളെ? ഗുഡ്സ് റീപോസസ് ചെയ്തതിന്റെ ലെഡ്ജർ അക്കൗണ്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അതിന്റെ ഇടക്ക് ഏതോ ഒരു കുട്ടി ചോദിച്ചതാണ്, അതായത് സർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടി. അതായത് എന്താ പറയാണെന്ന് വെച്ചാല്, എനിക്കിത് അസറ്റ് അല്ല, അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഹാർവെൻഡർ നിങ്ങൾ വിചാരിക്കും. എനിക്കിത് അസറ്റ് അല്ല, എനിക്കിത് ഗുഡ്സ് ആണ്. എനിക്ക് ഗുഡ്സ് ആണെങ്കിൽ ഗുഡ്സിന് ഡിപ്രീസിയേഷൻ ഇല്ല മക്കളെ, അതാ ചിന്തിക്കണ്ടേ. ഗുഡ്സിന് ഡിപ്രീസിയേഷൻ ഇല്ല. ഓക്കെ, ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഗുഡ്സ് റീപോസസ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് അപ് ടു ഹയർ വെൻഡർ അക്കൗണ്ട് 78,890. ഓക്കെ, പിന്നെ നിങ്ങൾ പേയ്മെന്റ് നടത്തുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, അതായത് റിപ്പയർസ് പേ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഗുഡ്സ് റീപോസസ്ഡ് അക്കൗണ്ട് അപ് ടു ബാങ്ക് 15,000 ബ്രാക്കറ്റിൽ റിപ്പയർസ് എഴുതിക്കോ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? അസറ്റ് വിൽക്കുമ്പോൾ ജേർണൽ എൻട്രി ബൈ ബാങ്ക് 1,05,000. ഓക്കെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. 1,05,000 ആണ് നിങ്ങൾ വിൽക്കുന്നത്. നിങ്ങളുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് 78,890 പ്ലസ് 15,000, അതായത് 93,890. 93,890 രൂപന്റെ സാധനം 1,05,000 രൂപക്ക് വിറ്റ് കഴിഞ്ഞാൽ എത്ര ലാഭം? 11,110. അതാണ് നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡിൽ കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ സർ ഈ 11,110 എങ്ങനെ കിട്ടുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാലൻസ് ചെയ്യാം. ബാലൻസിങ് ഫിഗർ എന്താണോ കിട്ടുന്നത് അത് ഡെബിറ്റ് സൈഡാ കിട്ടുന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്, ക്രെഡിറ്റ് സൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ ലോസ്. ഓക്കെ, അങ്ങനെയും ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ അതൊന്നും വേണ്ട. 78,000 രൂപന്റെ സാധനം കിട്ടുമ്പോൾ 15,000 രൂപ ചെലവാക്കി, എന്നിട്ട് എത്ര പൈസ 93,000 സംതിങ് ആയി. അത് 1,05,000 രൂപക്ക് വിറ്റപ്പോൾ നമുക്ക് ഇത്ര ലാഭം. മക്കളെ ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ 95% കഴിഞ്ഞു.
ഹയർ പർച്ചേസ് എന്ന് പറയുന്ന പാഠം 95% കഴിഞ്ഞു. ഇത്രയും മക്കളെ. Question number 18 എന്ന് പറഞ്ഞാൽ describe in brief. Okay, describe in brief the methods of recording hire purchase transaction in the books of hire vendor. മക്കളെ ഹയർ വെൻഡറിൽ എങ്ങനെയൊക്കെ അക്കൗണ്ടിങ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹയർ വെൻഡർ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലാണ് പഠിച്ചത്. ഒന്ന് സെയിൽസ് മെത്തേഡും ഒന്ന് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡും. അതാണ് അവർ ചോദിച്ചത്. തിയറി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ആ രണ്ട് മെത്തേഡിൽ നിങ്ങൾ പഠിച്ചത് അത് എഴുതി കൊടുത്തത് 4 മാർക്ക് കിട്ടി. നവംബർ 2018, അതായത് 2 വർഷം മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അറിയില്ല എന്ന് നിങ്ങൾ പറയാൻ പറ്റൂല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അത് നിങ്ങൾ പ്രോബ്ലം ചെയ്ത സാർ. അതുകൊണ്ട് പ്രോബ്ലം എഴുതിയ എന്താ പ്രശ്നം? തിയറി എഴുതിക്കോ. പ്രോബ്ലം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തിയറി അത് എന്താണോ ചെയ്തത് അത് ഇവിടെ എഴുതി കൊടുത്താൽ മതി. സെയിൽസ് മെത്തേഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. സെയിൽസ് മെത്തേഡിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ്, ഇൻട്രസ്റ്റ് സസ്പെൻസ് എങ്ങനെയാണ് മെത്തേഡിൽ ട്രീറ്റ്മെന്റ്. 4 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് അഗ്രിമെന്റ്. ഞാൻ ഫസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നോക്കിയാൽ നവംബർ 2017 4 മാർക്സിന് ചോദിക്കുന്നത്. ജേർണൽ എൻട്രി ഒന്ന് എഴുതണം മോനെ, തിയറി മാത്രം എഴുതിയാൽ മതി. എങ്ങനെയാ ചെയ്യുന്നത് ജേർണൽ എൻട്രി ഒന്ന് എഴുതണ്ട. സജസ്റ്റഡ് ആൻസർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം, വെയിറ്റ് ചെയ്യും. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 19 ചില ആളെ ഡൗട്ട് എന്ന് വെച്ചാൽ ഓക്കെ ഡൗട്ട്, ചില ഡൗട്ട്സ് ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്യും. കാരണം എല്ലാവർക്കും ആ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാൻ വേണ്ടിയിട്ടാണ്. 2,40,000 രൂപയാണ് ക്യാഷ് പ്രൈസ്. അതിൽ നിന്ന് 96,000 ഡൗൺ പേയ്മെന്റ് നടത്തിക്കാൻ ബാക്കി പേ ചെയ്യാനുള്ളത് 1,44,000. 1,44,000 ആണ് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ പേ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു മക്കളെ, സാധാരണ രീതിയിൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ബട്ട് ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഇൻസ്റ്റാൾമെന്റ് പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത് പ്രിൻസിപ്പൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ICA ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാമോ. അത് അവർ വേർഡ് യൂസ് ചെയ്തത് ജസ്റ്റ് ഒരു എറർ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം 1,44,000 ആണെങ്കിൽ 1,44,000 ആണ് നമ്മൾ ബാക്കി പേ ചെയ്യാനുള്ളത്. അത് 3 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞാൽ 48,000 രൂപ വെച്ചിട്ടാണ്. ഇനി മനസ്സിലാക്കേണ്ട, ചില കുട്ടികളുടെ എന്നോട് ഡൗട്ട് ചോദിച്ചത്, സർ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,44,000 മേലെയാണോ 48,000 മേലെയാണോ? മക്കളെ സിമ്പിൾ, 1,44,000 മേലെ. എന്തുകൊണ്ട്? 1,44,000 നമ്മൾ പേ ചെയ്തിട്ടില്ല. പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ മേലെ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന്റെ മേലെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന്റെ മേലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ജേർണൽ എൻട്രി പോയിട്ട് നോക്ക്. ഞാൻ തന്ന പ്രിന്റ് ഔട്ട്സിൽ ഇൻട്രസ്റ്റ് ബ്രാക്കറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അയാൾ എത്രയാണോ തരാനുള്ളത് അതാണ് നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. ഒരാൾ തരാനുള്ള പൈസയുടെ മക്കളെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയാം. ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അതേപോലെ ഒരാൾ തരാനുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എന്ന് പറയും. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 19. ഇതിന്റെ സജസ്റ്റഡ് ആൻസർ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. ഓക്കെ, പേടിക്കൊന്നും വേണ്ട. അതിന് ക്വസ്റ്റ്യൻ നമ്പർ 17, 18, 19 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 16 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമ്മൾ ചെയ്ത് കഴിഞ്ഞു, 100% ചെയ്ത് കഴിഞ്ഞു. ഞാൻ ചെയ്ത് തന്നു. 9th ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചെയ്യും, പേടിക്കണ്ട, വെയിറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് പറയുന്നത് ഓക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. The following particulars relate to hire purchase transaction. Okay, നല്ലതാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. അല്ലാണ്ട് ഈ ചാപ്റ്ററിൽ ഉണ്ടാവില്ല ഹയർ പർച്ചേസ്. അല്ലാണ്ട് X purchased 3 cars. Okay, from Y on hire purchase basis, the cash price of each car being 2 lakhs. Okay, ഒരു കാറിന് 2 ലക്ഷം, 3 കാറിനും കൂടി 2 ലക്ഷം, അല്ല ഒരു കാറിന് 2 ലക്ഷം, അതായത് ടോട്ടൽ 6 ലക്ഷം. The hire purchaser charged depreciation at 20% on diminishing value method. Written down value method. Okay, 2 cars were seized by on hire vendor when second installment was not paid at the end of second year. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാത്തപ്പം കാർ എന്ത് ചെയ്ത്? റീപ്രോസസ് ചെയ്തിട്ട് വേറെ വേർഡാണ് സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയില്ലേ, നമ്മള് ഇൻകം ടാക്സ് സീസ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂസിലും കാണുന്നുണ്ടാവും. ഓക്കെ, അത്യാവശ്യം ടാക്സ് അടക്കാത്ത ആളാണെങ്കിൽ ഓക്കെ അവരെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും? സീസ് ചെയ്യും. എന്നിട്ട് പറയുന്നത് the hire vendor value the 2 cars at cash price less 30% depreciation charged under it diminishing balance method. Agreed value കണ്ടുപിടിക്കേണ്ട ഇതാ തന്നത്. നമ്മൾ സാധാരണ എന്താ അത് തന്നെയാണ്.
The hire vendor spent 10,000 on repairs of the cars and then sold them for a total amount of 1,70,000. Okay, വിറ്റ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മാത്രം കണ്ടുപിടിച്ചാൽ മക്കളെ ജേർണൽ എൻട്രി അല്ല ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക, എന്താണോ ചോദിക്കുന്നത് അത് മാത്രം ചെയ്താൽ മതി. You are required to compute agreed value of 2 cars taken back by the hire vendor. നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യേണ്ടതാണ്. ബുക്ക് വാല്യൂ ഓഫ് കാർ ലെഫ്റ്റ് വിത്ത് ഹയർ പർച്ചേസർ, അതും നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ശ്രദ്ധിക്കണേ. ബുക്ക് വാല്യൂ ഓഫ് കാർ ലെഫ്റ്റ് വിത്ത് ദി ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസറെ കയ്യിൽ ബാക്കിയുള്ള കാറിന്റെ ബുക്ക് വാല്യൂ ചോദിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള കാറിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് ടു ഹയർ പർച്ചേസർ ഓൺ 2 കാർസ് ടേക്കൺ ബൈ ദി ഹയർ വെൻഡർ. അതായത് ഹയർ വെൻഡർ ഹയർ പർച്ചേസറിന് അസറ്റ് എടുത്തപ്പോ എത്രയാണ് ഹയർ പർച്ചേസറിന് ലോസ് ഉണ്ടായത്, അതാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ. നാലാമത്തെ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ കാർസ് റീപ്രൊസസ്ഡ് വെൻ സോൾഡ് ബൈ ഹയർ വെൻഡർ. അതായത് ഹയർ വെൻഡർ അത് റീപ്രൊസസ് ചെയ്തതിന് ശേഷം വിറ്റപ്പം എത്രയാണ് നഷ്ടം വന്നതോ അല്ലെങ്കിൽ ലാഭം വന്നത് അതും കണ്ടുപിടിക്കാം. ഇതൊക്കെ നമ്മളിപ്പോ ഈ 16ാമത്തെ പ്രോബ്ലത്തിൽ ചെയ്തത്. പക്ഷെ നമ്മളോട് ഇവിടെ എന്താ ചോദിക്കുന്നത്? വർക്കിങ്സ് മാത്രം, ലെഡ്ജർ അക്കൗണ്ട് ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊരു 6 മാർക്കിന്റെ അല്ലെങ്കിൽ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ജനറലി 4 or 5. ഓക്കെ, ശ്രദ്ധിക്കല്ലാവും. അത്യാവശ്യ സ്റ്റെപ്പ് എല്ലാം കൊടുക്കണം മക്കളെ എക്സാമിന്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് വെച്ചിട്ടല്ലേ ചെയ്തു തന്നത്, അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യും. വലിയ ടാസ്ക് ഒന്നല്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എഗ്രീഡ് വാല്യൂവിന് ഒരു കോളം, ബുക്ക് വാല്യൂവിന് ഒരു കോളം, എന്നിട്ട് പെർട്ടിക്കുലേഴ്സ് ഒരു കോളം. പെർട്ടിക്കുലേഴ്സിൽ എല്ലാ കാര്യങ്ങളും എഴുതിക്കോട്ടെ. കോസ്റ്റ് ഓഫ് എത്ര, അസറ്റ്, ഡിപ്രീസിയേഷൻ, അങ്ങനെ എന്ത് ചെയ്യും. ഓരോ കൊല്ലം കുറച്ചാണ് നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 വാല്യൂം കിട്ടും. പിന്നെ നിങ്ങൾ ബാക്കി കമ്പയർ ചെയ്താൽ നിങ്ങൾ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. പറയുന്ന മനസ്സിലാവുന്ന മക്കളെ? ചോദിച്ചതിനായില്ല, ടൈം സേവ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്താൽ മതി. ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് പറഞ്ഞാൽ സാർ എന്താണ് ഹിന്റ് ആൻസർ ചോദിച്ചാൽ ഞാൻ ഹിന്റ് അയച്ചു തരും. ഹിന്റ് ഞാൻ ടൈപ്പ് ചെയ്യാത്തോണ്ടാണ്, എന്റെ കയ്യിൽ ഹിന്റെല്ലാം ഉണ്ട്. ഓക്കെ, പേടിക്കാൻ വേണം. ഇനി ശ്രദ്ധിക്കും. 15 ഹോംവർക്കാണ്. 14 ഹോംവർക്കാണ്. ലക്കി ബോട്ട് 2 tractors from Happy on 1/10/2011 on the following terms. Okay, 2 ട്രാക്ടർ വാങ്ങിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ 16 ക്വസ്റ്റ്യന്റെ അതേ മോഡലാണ്. നിങ്ങൾ പ്രൂവ് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട്. ഓക്കെ, 16 ക്വസ്റ്റ്യൻ ഹോംവർക്ക്.